ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. പാക്കിംഗ് ഫോർ ആർ ട്രിപ്പ്. ഇൻഷാല്ലാ നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ ലാസ്റ്റുള്ള ഒരു ഷോർട്സിൽ മെൻഷൻ ചെയ്തായിരുന്നു, ലൈക്ക് വി വിൽ ബി ഗോയിങ് ഓൺ എ ട്രിപ്പ് ഫോർ ഈദ് ഹോളിഡേയ്സ്. അപ്പോൾ ഇപ്പോൾ ഈദ് ഇപ്പോൾ വരാനായി. ഈദ് ഹോളിഡേയ്സ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എവിടെയെന്ന് പറയുന്നില്ല, ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഗെസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും, ലൈക്ക് ട്രിപ്പിന് നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ. ഓൾറെഡി പാക്കിംഗ് ഇസ് എ വെരി മെസ്സിയസ്റ്റ് തിങ്. എനിക്ക് ഇഷ്ടമല്ല. ട്രിപ്പ് പോകുന്ന ഭയങ്കര ഇഷ്ടമാണെങ്കിലും ട്രിപ്പിന് പാക്ക് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എല്ലാം ഒരു ബാഗിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, എല്ലാം മടക്കി വെക്കണം, ഒതുക്കി വെക്കണം, ഓർഗനൈസ് ചെയ്യണം. വേഴ്സ്റ്റ് തിങ്, ഇറ്റ്സ് എ ബിഗ് ഹെഡേക്ക്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. ഇത് സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് എനിക്കിപ്പോൾ പെട്ടെന്ന് പാക്കും ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ ഡ്യൂട്ടിക്കും പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പാക്ക് ചെയ്ത് തീർക്കണം. നമുക്കിപ്പോൾ ജസ്റ്റ് 1 hour മാത്രമുള്ള അതിൻ്റെ ഉള്ളിൽ പാക്കിംഗ് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ കുറേ ഡിലേ ആക്കുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ജസ്റ്റ് എല്ലാം ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇവിടെ പാക്ക് ചെയ്യാനുള്ള സാധനമെല്ലാം. അപ്പോൾ നമ്മൾ ഈ ബാഗാണ് കൊണ്ടുവന്നത്. ഇത് നിങ്ങൾ എൻ്റെ ഷോർട്സിൽ പിന്നെ ഞാൻ നാട്ടിൽ പോകുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതെൻ്റെ ഫേവറേറ്റ് ബാഗാണ്. ഐ ബോട്ട് ഇറ്റ് ഫ്രം മാക്സ്. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ലോ, 150 അങ്ങനെ എന്തോ കൊടുത്തത്. ആൻഡ് നല്ലൊരു ബാഗാണ്, ലൈക്ക് വെരി കൺവീനിയൻറ്റ്. നമുക്കിത് ട്രോളി ബാഗാകുമ്പോൾ, ക്യാബിൻ ട്രോളി ബാഗാകുമ്പോൾ നമുക്ക് പുഷ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ബാക്ക് പാക്കിനേക്കാളും എനിക്ക് മോർ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ ബാഗാണ്. സോ നമുക്കിപ്പോൾ അലൗഡ് ഉള്ളത് നമ്മൾ എയർലൈനിൽ 2 ബാക്ക് പാക്കും ഒരു ട്രോളി ബാഗും. സോ ട്രോളി ബാഗ് ഇത് ഞാൻ എൻ്റെ മൊത്തം സാധനം ഇതിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതെല്ലാം എൻ്റെ മാത്രം സാധനമാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ലൈക്ക് കോസ്മെറ്റിക്സ്, ബാഗ്സ്, ഫുഡ് വെയർസ്. ഇതൊന്നുമല്ല, ഇതിനും കുറേ വെക്കാനുണ്ട്. ബാഗും ഫുഡ് വെയറിൽ ഇപ്പോൾ കയ്യിൽ കിട്ടുന്നില്ല, ഞാൻ വേഗം എടുത്തിട്ട് വെച്ചിന്. ഇതെൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് കുറച്ച് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബാഗ്സ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പെട്ടെന്ന് ഇതിൽ പാക്ക് ചെയ്ത് വെക്കാം. സോ ഞാൻ കുറേ ഡിലേ ചെയ്യുന്നില്ല. തമ്മി വന്നിട്ടായിട്ട് തമ്മിനോട് ചോദിച്ചിട്ടായിട്ട് പിന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. തമ്മിൻ്റെത് ബാക്ക് പാക്കിലാൻ പറ്റും, അല്ലെങ്കിൽ ഡഫൽ ബാഗിലാൻ പറ്റും ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് പാക്കിംഗ്. എനിക്ക് ഈ ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നെങ്കിൽ ആ ട്രിപ്പിന് പോകുന്ന മൊത്തം ഡ്രസ്സ് ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം പ്രീ പ്ലാൻ ചെയ്യും. ഏത് ഡേ ഏത് ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻ ചെയ്യും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് വെരി ഈസി ടു പാക്ക്. നമുക്ക് ഏത് ഡ്രസ്സ് ഏത് ഡേ വേണ്ടുന്ന അക്കോർഡിംഗ്ലി ഞാൻ പാക്ക് ചെയ്യും. അപ്പോൾ അവിടെ എത്തിയിട്ടും എനിക്ക് പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് എനിക്കറിയാമല്ലോ ഏത് ഡ്രസ്സ് ഇടാൻ പോകുന്നതെന്ന്. സോ ആ ഡ്രസ്സ് മാത്രം എടുക്കും. അല്ലെങ്കിൽ മൊത്തം ഡ്രസ്സ് എടുത്ത് പുറത്തിടേണ്ടി വരും. ആൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് ഓൾസോ ടു മെയിൻറ്റെയിൻ ദ ബാഗ്. അപ്പോൾ ഒരിക്കൽ പാക്ക് ചെയ്യാൽ പിന്നെ അത് പിന്നെയും വലിച്ചിട്ട് പിന്നെയും പാക്ക് ചെയ്യാൻ, അപ്പോൾ ഇതിന് നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഞാനെല്ലാം ക്ലോത്ത്സ് ഫോൾഡ് ചെയ്തിട്ടല്ല, ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെക്കല്. ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ മുമ്പ് വെച്ചുകൊണ്ടായിരുന്നത്. പിന്നെ ഐ റിയലൈസ്ഡ് ഇറ്റ് ലേറ്റർ, ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെച്ചാലാണ് നമുക്ക് നല്ലപോലെ സ്പേസ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. എത്ര ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ 4 days ക്ലോത്ത്സ് എല്ലാം ഒരു സൈഡിലാണ് വെച്ചിട്ട് എല്ലാം ഞാൻ റോൾ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് നല്ലപോലെ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എല്ലാം സ്കാർഫ് വരെ ഞാനെല്ലാം റോൾ ചെയ്തിട്ട് വെച്ച് പിന്നെ ഞാൻ ഫുള്ള് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ നൈറ്റ് ഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു നൈറ്റ് ഡ്രസ്സ് എടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് കുറേ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നൈറ്റ് എല്ലാ ഡേയും നൈറ്റ് ഇടാൻ മാത്രം. അപ്പോൾ ഞാൻ ഒരു നൈറ്റ് ഡ്രസ്സ് മാത്രം ഇങ്ങനെ അതും കൂടി റോൾ ചെയ്തിട്ട് ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ട്. ഇത് ഞാൻ അൽഫാൻ എമിറേറ്റ്സ് നിന്നായിരുന്നു വാങ്ങിയത്. നല്ലൊരു നൈറ്റ് ഡ്രസ്സാണ്. നിങ്ങൾ എന്തായാലും അവിടെ പോയാലും നോക്കണം. 25 dirhams ഉള്ളൂ, നല്ല മെറ്റീരിയലും. അപ്പോൾ പിന്നെ നൈറ്റ് ഡ്രസ്സും ഞാൻ പിന്നെ ഇന്നോവേഴ്സ് ചെറിയൊരു ഓർഗനൈസറിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ അതേ സ്പേസിൽ ഞാനൊരു പാൻറ്റും ടോപ്പും കൂടി വെച്ചായിരുന്നു. ആൻഡ് നമ്മൾ വിചാരിക്കുന്ന അത്ര കൊള്ളില്ല എന്ന്, ബട്ട് എല്ലാം നമുക്ക് ഇത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റീന്. ആൻഡ് ഞാൻ വേറൊരു പൗച്ചിൽ ഞാൻ എൻ്റെ ജസ്റ്റ് മേക്കപ്പ് പ്രോഡക്ട്സിൽ എടുത്തിന്. മേക്കപ്പ് കുറേയൊന്നുമില്ല, ജസ്റ്റ് ഒരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, BB ക്രീം, പിന്നെ 2-3 ലിപ്സ്റ്റിക്. പിന്നെ ഞാൻ എടുത്തത് ഹെയർ സീറം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല, എപ്പോഴേലും യൂസ് ചെയ്യും. പിന്നെ ഒരു പെർഫ്യൂം കൂടി എടുത്തിന്. ഞാൻ എപ്പോഴും ഒരു പെർഫ്യൂം എടുക്കാറുള്ളൂ, ഏതെങ്കിലും സ്പെസിഫിക് പെർഫ്യൂം എടുക്കും. എന്നിട്ട് ആ ഒരു പെർഫ്യൂം പിന്നെ നമ്മൾ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് ട്രിപ്പിൻ്റെ മെമ്മറി ആയിരിക്കും. അപ്പോൾ ഞാൻ ഓരോരു കൺട്രി പോകുമ്പോൾ ഓരോരു പെർഫ്യൂം എടുത്തിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകല്. പിന്നെ ഞാനൊരു ചെറിയ ഐ ഷാഡോ പാലറ്റും ആൻഡ് ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിന്. ഞാൻ പിന്നെയാണ് റിയലൈസ് ചെയ്ത് മോയ്സ്ചറൈസർ വെച്ചില്ലാന്ന്. സെറ്റഫിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്.
പിന്നെ ഒരു ചെറിയ പൗച്ചിൽ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം വെച്ച്. ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറേ ഒന്നുമില്ല, വാച്ച്, റിങ്, ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെറിയ നെക്ക് ചെയിന്. അപ്പോൾ അതൊക്കെ വെച്ച്. ആൻഡ് ഈ ഓർഗനൈസേഴ്സ് എല്ലാം ഞാൻ എൻ്റെ ഷോപ്പിംഗ് ഹോളിൽ കാണിച്ചായിരുന്നു. RNBന്ന് ഞാൻ വാങ്ങിയാണ്. ഇതെനിക്ക് നല്ലൊരു പ്രൈസിനാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഓരോരോ പൗച്ചിൽ ഓരോരോ തിങ്സ് ആയിട്ടാണ് ഞാൻ വെച്ചത്. ഇത് നല്ലൊരു കൺവീനിയൻ്റാണ്. നമുക്ക് എടുക്കുമ്പോൾ അത് മാത്രം എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നൊരു ബാഗ് എടുത്ത്, ആൻഡ് ഇത് പുതിയ ഷൂ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ വെച്ച്. ഇത് ഞാൻ മെറ്റല എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്, മോളിൽ നിന്ന്. പിന്നെ നമ്മളൊരു ട്രാവൽ പൗച്ചും കൂടി എടുക്കുന്നുണ്ട്. ഇത് നല്ല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ, ട്രാവൽ ഡോക്യുമെൻറ്റ്സ് വെക്കാനും, മെയിൻലി പാസ്പോർട്ട്, പിന്നെ നമ്മൾ കാർഡ്, ഏതെങ്കിലും കാർഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ കാർഡ്, പിന്നെ എമിറേറ്റ്സ് ID, പിന്നെ നമ്മൾ പോകുന്ന കൺട്രിയിൽ നമ്മൾ റെൻറ്റൽ കാറാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് വേണം. സോ ലൈസൻസ് കൂടി. ഈ സൈഡിൽ നമുക്ക് നല്ല കാർഡ് ഹോൾഡേഴ്സ് പോലെ കാർഡ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാം കാർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ പാസ്പോർട്ട് വെച്ച്. പിന്നെ ബോർഡിംഗ് പാസ് കിട്ടിയാലും അതിൽ തന്നെ നമുക്ക് ബോർഡിംഗ് പാസ്സും കൂടി വെക്കാം. നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഹാൻഡ് ബാഗായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ബാഗാണ്. ഇത് ഞാൻ ഒരു 2 years മുമ്പ് മാക്സിൽ നിന്ന് വാങ്ങിയൊരു ബാഗ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് ട്രാവൽ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയ ബാഗൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റ് എന്തെങ്കിലും എടുത്തെങ്കിലും ഇതിൽ നമുക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇത്ര വലിയ ബാഗാണ് കൊണ്ടുവന്നത് ഹാൻഡ് ബാഗായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെക്കുന്നുള്ളത് ഒരു പൗച്ചിൽ എൻ്റെ ചീപ്പും, പിന്നെ എയർപോർട്ട് നമുക്ക് ആവശ്യം വരുന്ന ലൈക്ക് ഷീറ്റ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒരു പൗച്ചിലിട്ടിട്ട് അതിങ്ങനെ വെച്ചിന്. പിന്നെ ഒരു നമ്മൾ ട്രാവൽ പൗച്ച്, ആ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച ഒരു പൗച്ച്. ട്രിപ്പിനെക്കാട്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ഇതാണ്. ഇറ്റ് ഗോട്ട് ഡെലിവേർഡ് ടുഡേ ഫ്രം ആമസോൺ. ഇറ്റ്സ് എ ട്രൈപോഡ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ലൈക്ക് ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ട്രിപ്പിനൊക്കെ പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും കാലും കൈയും പിടിക്കണം ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇനി ആരൊന്നും ചോദിക്കണ്ട, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. സോ ഇത് യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ട്രിപ്പിലായിരിക്കും നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാല്ലാ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഇതിൻ്റെ ഒന്നിച്ചൊരു ചെറിയൊരു റിമോട്ടും കൂടി വരുന്നുണ്ട്, ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൂടൂത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കത് ആ റിമോട്ട് യൂസ് ചെയ്യാം. സോ ഞാൻ വേഗം പോയി നെയിൽ പോളിഷ് ഇട്ടു. ഈ കാണുന്നത് ഇറ്റ്സ് എ പീൽ ഓഫ് നെയിൽ പോളിഷ്. അപ്പോൾ നമുക്ക് എന്നെ നിസ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പീൽ ഓഫ് ചെയ്താൽ മതി. പിന്നിടും പിന്നും പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ അത് എത്ര വേണമെങ്കിൽ ഇടാൻ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് വെരി മച്ച് ഈസി. സോ ഫൈനലി നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ്, വിചാരിച്ചതിനെക്കാട്ടും പെട്ടെന്ന് തന്നെ പാക്കിംഗ് കഴിഞ്ഞ്. കാരണം ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ മുമ്പ് പോയ 2 കൺട്രി അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ എല്ലാം ഭയങ്കര വിൻ്ററിൻ്റെ ടൈമാണ് പോയത്. അപ്പോൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ക്ലോത്ത്സ് എല്ലാം ഭയങ്കര ഹെവി ക്ലോത്ത്സ്, ഫ്ലഫി ക്ലോത്ത്സ്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ എൻ്റെ തിങ്കിങ് ഉണ്ടായിരുന്നത് അതേപോലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നില്ല പാക്കിങ്ങിന്. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ, നമ്മളിപ്പോൾ പോകുന്ന കൺട്രി വിൻ്റർ അല്ല, സമ്മറാണ്. അപ്പോൾ അത്ര ഹെവി ക്ലോത്ത്സ് ഒന്നുമില്ല, ജസ്റ്റ് സമ്മർ ക്ലോത്ത്സ് മാത്രമുള്ള ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ ആൾ പറഞ്ഞ് സമ്മർ എന്ന് പറഞ്ഞാലും എന്തായാലും ജാക്കറ്റ്സ് ഒക്കെ എടുക്കണം. എനിക്കറിയില്ല, മേ ബി 1-2 ജാക്കറ്റ്സ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് പോകും. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് 2-3 ക്ലോത്ത്സിന് വെക്കാൻ ബാക്കിയുണ്ട്. പിന്നെ ഇപ്പോൾ തമ്മിൻ്റെ ഇനി വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നതായിരിക്കും. മോസ്റ്റ്ലി ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല തമ്മിൻ്റെത്. പറ്റുമെങ്കിൽ മാത്രം വീഡിയോ എടുത്താൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് ചിപ്സ്, എയർപോർട്ടിൽ പോകുമ്പോൾ ജസ്റ്റ് ചിപ്സ് അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം. അപ്പോൾ അത് വാങ്ങാനുണ്ട്. അതിപ്പോൾ ഞാൻ പോയിട്ട് വാങ്ങും. ആൻഡ് പിന്നെ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഹാൻഡ് ബാഗും പിന്നെ ഒരു ട്രോളി ബാഗും. ഇനിയും കുറച്ച് എന്തോ വെക്കാനുണ്ട്. പിന്നെ 2 ഡ്രസ്സ് അയണിങ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കിട്ടാനുണ്ട്. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഞാൻ എവിടെയെന്ന് പറഞ്ഞിട്ടാണ്, ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇൻഷാല്ലാ അപ്പോൾ ഞാൻ പോകുന്ന കൺട്രിയിൽ നമ്മൾ പോകുന്നതും ട്രാവൽ വ്ളോഗൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ ഞാനതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ബൈ, സീ യു. ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫുള്ള് ഫുഡ് വെയർ ആണ്, ഷൂ, ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഫുള്ള് ഫുഡ് വെയർ മാത്രമായിട്ട് ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബാഗിൽ തമ്മിൻ്റെ ഫുൾ ക്ലോത്ത്സ് എല്ലാം ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതും നല്ല റോൾ ചെയ്തിട്ട് വെച്ചോണ്ട് എനിക്ക് ഫുൾ അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി.